നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ വാർത്ത കേട്ട് തല മരച്ചു പോകുന്നു. അടുത്ത കാലത്ത് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, സോയിമോൻ്റെ വാർത്തകളിൽ ഇത്തിരി പീഡനം കൂടുന്നുണ്ടല്ലോ. പീഡന വാർത്തകൾ എങ്ങനെ കുറയ്ക്കുമെന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും അതേ സ്വഭാവമുള്ള നിരവധി വാർത്തകൾ, എല്ലാം ഒന്നിനൊന്ന് നമ്മെ തകർക്കുന്നവ. സൈക്കോ ക്രിമിനലുകൾ കേരളത്തിലേറുന്നു. ഇതുറപ്പിക്കുന്നതാണ് ഇപ്പോൾ നെന്മാറയിലെ ചെന്താമരയുടെ ആക്രോശങ്ങൾ. നെന്മാറ ഇരട്ടക്കൊല, സുധാകരനെയും അമ്മയെയും നിഷ്ഠൂരം കൊലപ്പെടുത്തിയ ചെന്താമര ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലിരുന്ന് പറയുന്നു, ഇനി തനിക്ക് 3 പേരെ കൂടി കൊലപ്പെടുത്താനുണ്ട്. ചോറ്റാനിക്കരയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത നമ്മെ ഭയപ്പെടുത്തുന്നു. പോക്സോ കേസ് അതിജീവിത വീടിനുള്ളിൽ നേരിട്ടത് അതിക്രൂരമായ ബലാത്സംഗം. മുൻപ് നമ്മൾ ദില്ലിയിൽ നടന്ന നിർഭയ കേസൊക്കെ എത്ര വട്ടം ചർച്ച ചെയ്തതാണ്. അന്ന് ഇതൊക്കെ ഉത്തരേന്ത്യയിലോ ദില്ലിയിലോ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ അതിനേക്കാൾ ഭയാനകമാണ് ഈ വാർത്ത. ചോറ്റാനിക്കരയിലെ ഒരു 20-കാരി 3 ദിവസമായി അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു, വെന്റിലേറ്റർ സൗകര്യത്തോടെ. ICUയിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിലാണിപ്പോൾ ഈ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് പോലീസിനോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരറിവുമില്ല. അതിക്രൂരമായ പരിക്കുകൾ ആ പെൺകുട്ടിയുടെ ശരീരത്ത്. സംസാരിക്കാൻ പോലും ആ പെൺകുട്ടിക്ക് കഴിയുന്നില്ല. തലച്ചോറിന് കാര്യമായ പരിക്കേറ്റിരിക്കുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പകൽ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ അർദ്ധനഗ്നയായ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കഴുത്തിൽ ഒരു കയർ മുറുക്കിയിരിക്കുന്നു. അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും ചോറ്റാനിക്കര പോലീസ് കേസെടുത്തു. മുൻപൊരു പോക്സോ കേസിലെ അതിജീവിതയാണ് ഈ പെൺകുട്ടി. രഹസ്യഭാഗങ്ങൾ തകർന്ന് രക്തം വാർത്ത നിലയിലാണ്. കഴുത്തിൽ കയർ മുറുക്കിയ പാടുമുണ്ട്. പെൺകുട്ടിയുടെ കോട്ടയം സ്വദേശിയായ ആൺസുഹൃത്ത് പോലീസ് നിരീക്ഷണത്തിലാണ്. എന്നാൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ആൺസുഹൃത്തിന് ഈ ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന സംശയം പോലീസിന് ഇപ്പോഴുമുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV അടക്കം പോലീസ് പരിശോധിക്കുന്നു. പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ എന്താണ് സംഭവിച്ചത്? ഇത്ര ക്രൂരമായ ആക്രമണം നടത്തിയത് ആര്? നല്ല സാമ്പത്തിക നിലയുള്ള കുടുംബം, പക്ഷേ അച്ഛൻ വീട്ടിലില്ല. അമ്മയും മകളും മാത്രമാണ് വീട്ടിൽ താമസം. ഞായറാഴ്ച അമ്മ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം. ഉച്ചയ്ക്ക് അടുത്ത ബന്ധു വീട്ടിലെത്തി മുട്ടി വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. പിന്നീട് ജനാലയിലൂടെ നോക്കുമ്പോൾ കിടപ്പുമുറിയിൽ ഇതാ പെൺകുട്ടി ബോധമറ്റ് കിടക്കുന്നു. പെൺകുട്ടി ആദ്യം തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നില അതീവ ഗുരുതരം. 3 വർഷം മുൻപ് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി പതിവായി സഞ്ചരിച്ചിരുന്ന ബസ്സിലെ 2 ജീവനക്കാർ അവളെ ബലാത്സംഗം ചെയ്തത്. തുടർച്ചയായി അവളെ ഭയപ്പെടുത്തി ജീവനക്കാർ ലൈംഗിക പീഡനത്തിനിരയാക്കി. ഒടുവിൽ ഇക്കഴിഞ്ഞ 4 മാസം മുമ്പ് ആ ജീവനക്കാർക്കെതിരെ പെൺകുട്ടി പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലായി. അടുത്തിടെ അവർ ജാമ്യത്തിലിറങ്ങി. ഈ ജീവനക്കാരാണോ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന സംശയം ശക്തമാണ്. അതുകൊണ്ടാണിപ്പോൾ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുക്കാതിരിക്കുന്നത്. യുവതിയുടെ കയ്യിലെ മുറിവിൽ ഉറും പരിച്ചിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഞായറാഴ്ച ഈ വീടിന് സമീപത്തൂടെ നടന്നുപോയ തലയോലപ്പറമ്പ് സ്വദേശിയിലേക്കും അന്വേഷണം നീളുന്നു. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇക്കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിരയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം നമ്മെ ഏറെ ഞെട്ടിപ്പിച്ചിരുന്നു. 2025 ജനുവരി കേരളത്തിൽ പിറക്കുന്നത് കൊടും കൊലപാതകങ്ങളുടെയും നിഷ്ഠൂര ആക്രമണങ്ങളുടെയും നിരവധി കഥകൾ കേട്ട്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പയ്യന്നൂരിൽ മകൻ മരവടി കൊണ്ട് തല അടിച്ചു പൊളിച്ച് ഗുരുതര പരിക്കേറ്റ 75-കാരൻ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത്. അതേ ദിവസം തന്നെ സഹോദരന്റെ മക്കളുടെ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മറ്റൊരു 74-കാരൻ കുറ്റിപ്പുറത്ത് മരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മയക്കുമരുന്നിനടിമയായ 24-കാരൻ തന്നെ 1.5 വയസ്സ് മുതൽ കൂലിവേല ചെയ്ത് പോറ്റി വളർത്തിയ ഉമ്മയെ 17 വെട്ടുകളാൽ കൊലപ്പെടുത്തി. ജനുവരി 21-ന് കഠിനംകുളത്ത് യുവതിയെ കുത്തേറ്റ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. പോയ വർഷം ആലപ്പുഴയിൽ മാത്രം കൊന്നു കുഴിച്ചിട്ടത് 6 മനുഷ്യരെ. നടുക്കുന്ന കൊലപാതകങ്ങൾ, അതിക്രൂര പീഡനങ്ങൾ. കേരളത്തിന്റെ പൊതുസ്വഭാവം മാറിയിരിക്കുന്നു. സൈക്കോ ക്രിമിനലുകൾ നമുക്ക് ചുറ്റും പതുങ്ങിയിരിക്കുന്നു. ഭയപ്പെടേണ്ട ജീവിത സാഹചര്യമാണിപ്പോൾ കേരളം. അരാജകത്വം എന്തെന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. നടക്കുന്ന കൊലപാതകങ്ങളും അതിക്രൂര പീഡനങ്ങളുമൊക്കെ സംഭവ വിവരണങ്ങളോടെ ആഘോഷമാക്കുകയാണ് കേരളത്തിലെ അച്ചടി ദൃശ്യമാധ്യമങ്ങൾ. മുമ്പൊക്കെ ഇത് ചിലപ്പോൾ അപസർപ്പക കഥകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ചുരുളഴിയുന്ന കൊടും ക്രൂരതകളുടെ പല സംഭവങ്ങളുമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. എന്തുകൊണ്ട് ഇത്തരം കൊടും ക്രൂരകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പോലും കേരളത്തിൻ്റെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുന്നില്ല?
എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് കേരളത്തിൽ അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാരിന് എവിടെയാണ് പിഴച്ചത്? എന്തുകൊണ്ട് ക്രിമിനലുകൾ കേരളത്തിൽ ഈ അരാജകത്വം സൃഷ്ടിക്കുന്നു? നമ്മുടെ കുറ്റാന്വേഷണ സംവിധാനത്തിന് എന്തുപറ്റി? എവിടെയാണ് പോലീസിന് പിഴച്ചത്? ചെന്താമര എന്ന കൊടും ക്രിമിനൽ 2 പേരെ കൊലപ്പെടുത്തി പിന്നീട് പോലീസിന്റെ പിടിയിലകപ്പെട്ടിട്ടും യാതൊരു കുറ്റബോധവുമില്ലാതെ അയാൾ വിളിച്ചു പറയുന്നു ഇനി 3 പേരെ കൂടി കൊലപ്പെടുത്താനുണ്ടെന്ന്. ഇവൻ്റെയൊക്കെ നെഞ്ചിൽ തുളയിടാനുള്ള ആർജവമില്ലായ്മ തന്നെയാണ് ഇവിടുത്തെ മുഖ്യ പ്രശ്നം. അതിലപ്പുറം പണ്ടൊക്കെ ഇത്തരം ക്രിമിനലുകൾ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അവൻ്റെ മേലും നോവുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുമായിരുന്നു. ഇപ്പോൾ പ്രതിക്ക് വേണ്ടി മനുഷ്യാവകാശങ്ങൾ ഉയർത്തുന്നവർക്ക് മുന്നിൽ പോലീസ് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രതിക്ക് ദേഹത്ത് നൊമ്പരമേറ്റാൽ അതിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ അഴിയെണ്ണേണ്ടി വരും. മറുവശത്ത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കുകയാണ് സാമൂഹിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന്. സമൂഹ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഭീകര കൊലപാതകങ്ങളിൽ പോലും ഇരയ്ക്ക് വേണ്ടി ചാനലുകളിലെത്തി വാദിക്കുന്നവരേറെ. പോലീസിന്റെ പൊതു സ്വഭാവം മാറിയിരിക്കുന്നു. ക്രിമിനലുകളെ നേരിടാനുള്ള പഴയ ആർജവം പോലീസ് ഉദ്യോഗസ്ഥർക്കില്ല. ഒരു ക്രിമിനലിനെ കയ്യിൽ കിട്ടിയാൽ സടകൊഴിക്കുന്ന ചില ഒറ്റമൂലികൾ പഴയ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥിരം ശൈലിയായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാലുടൻ നൽകുന്ന നടയടിയൊക്കെ ഇന്ന് അപ്രത്യക്ഷമായി. മതരാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ ചർച്ചകളും സംവാദങ്ങളും പരസ്പര കുറ്റപ്പെടുത്തലുകളുമൊക്കെ പലവിധ സമ്മർദ്ദങ്ങളാണ് പോലീസിന് മേലെ ഏൽപ്പിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു നമ്മൾ നെയ്യാറ്റിൻകര ആറാലുമൂട്ടിൽ കണ്ട ഒരു സമാധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. അന്ന് സമാധി പൊളിക്കാനെത്തിയ പോലീസ് ജനങ്ങളുടെയും വീട്ടുകാരുടെയും ഒക്കെ എതിർപ്പിന് മുന്നിൽ ഭയപ്പെട്ടോടുന്ന കാഴ്ച നമ്മെ ഭയപ്പെടുത്തിയിരുന്നു. സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ച നന്മയേക്കാളേറെ തിന്മയ്ക്കാണിപ്പോൾ പ്രാധാന്യം കൈവന്നിരിക്കുന്നത്. മാർക്കോ പോലുള്ള സിനിമകൾ നമ്മെ വഴിതെറ്റിക്കുന്നു. കൊടും ക്രൂരത യുവതലമുറയ്ക്ക് ഹരമാകുന്നു. സമൂഹ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന എത്രയെത്ര കൊലപാതകങ്ങളും കൊടും പീഡനങ്ങളുടെയും കഥകളാണ് പുറത്തേക്ക് വരുന്നത്. എങ്കിലും ചിലപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് ബോച്ചയെയും ഹഡിറോസിനെയും ഒക്കെ നിരത്തിവെച്ച്. അതിലപ്പുറം ക്രൂരമായ കൊലപാതകികളെ കൃത്യമായ വിചാരണ ചെയ്യാൻ മാധ്യമങ്ങൾ പോലും മടിക്കുന്നു, ഭയക്കുന്നു. അതിലപ്പുറം സമൂഹം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നത് ഇത്തരം കുറ്റവാളികൾക്ക് വീണ്ടും ആവേശം പകരുന്നു. കൊടും പതനത്തിലേക്കാണ്, അരാജകത്വത്തിലേക്കാണ് കേരളത്തിൻ്റെ പോക്ക്. അടിയന്തരമായി ഭരണകൂടം ഇത്തരം ക്രിമിനലുകളെ പൂട്ടിയിട്ടില്ല എങ്കിൽ കേരളം ഇനി കൂപ്പുകുത്തും. ഭയന്ന് ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറും. ജീവിക്കാൻ കൊള്ളാത്ത ഒരു കൂട്ടം സൈക്കോ ക്രിമിനലുകളുടെ നാടായി മാറിയിരിക്കുന്നു ഈ സംസ്ഥാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.